കേണൽ ഡിന്നി, ഇവിടെ ശശി തരൂർ യാതൊരു സംശയവുമില്ല ഈ സംഘത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. ആഗോള വിശ്വപൗരനാണ്. ശ്രീ മോഹൻ വർഗീസ് സാറൊക്കെ പറഞ്ഞതുപോലെ ഏത് രാജ്യത്ത് പോയി ഇറങ്ങിയാലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആൾ കൂടിയാണ് അദ്ദേഹം. പക്ഷേ കേന്ദ്രം കാട്ടേണ്ട ഒരു മര്യാദയുണ്ടല്ലോ. കോൺഗ്രസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ വേണമെന്ന് പറയുമ്പോൾ അവരെ അറിയിക്കേണ്ട, ഇത്തരമൊരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവരെ അറിയിക്കേണ്ട ഒരു സാമാന്യ മര്യാദ അത് കാട്ടണമായിരുന്നു. യാതൊരു സംശയമില്ല. തരൂരിൻ്റെ കഴിവിനെയോ അദ്ദേഹത്തിൻ്റെ സേവനത്തെയോ ഇകഴ്ത്തിക്കൊണ്ടല്ല പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ രാഷ്ട്രീയ മര്യാദ എന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും അത് ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ല. അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. നോക്കൂ ശ്രീ രഞ്ജിത്ത്, ഐ തിങ്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടുള്ളത്, ശ്രീ ജയറാം രമേശ് ഇന്ന് ആ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതായത് ഭാരത സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 4 പേരുകൾ അവർ നിർദ്ദേശിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അന്ന് അതേ ദിവസം തന്നെ അവർ 4 പേര് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഭാരത സർക്കാർ ഈ പേരുകൾ ഇപ്പം ചെയ്തിട്ടുള്ള പേരുകൾ പബ്ലിഷ് ചെയ്ത്. അപ്പം സർക്കാർ കോൺഗ്രസിനടുത്ത് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് ശരിയല്ല. കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ജയറാം രമേശിന്റെ ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, രാവിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ അടുത്ത് 4 പേര് വേണോന്ന് ചോദിച്ചു. അത് അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ കൊടുത്തു. അടുത്ത ദിവസം ടു ആർ സർപ്രൈസ് ഡിഫറെന്റ് പേര് വന്നെന്നാണ്. അപ്പൊ അത് ഫസ്റ്റ് ആസ്പെക്ട്. അതായത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിന് വേണമെങ്കിൽ ഡോക്ടർ ശശി തരൂരിന്റെ പേര് കൊടുക്കാമായിരുന്നു. ഇവിടെ രഞ്ജിത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് പ്രശ്നം. ഈ BJP കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് കൊടുത്ത പേരിൽ തരൂരില്ല. മറ്റു 4 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗൗരവ് ഗൊഗോയി, നസീർ ഹുസൈൻ, ആനന്ദ് ശർമ്മ, അമരീന്ദർ സിംഗ് രാജ. ഇവരാരും അയോഗ്യരുമല്ല. ഓക്കെ, ആ കാര്യത്തിൽ തന്നെ ഞാൻ വരുന്നത്. നമ്മൾ നോക്കും, നമ്മളൊരു ഭരണഘടനാപരമായിട്ട് ജനാധിപത്യ രാജ്യമാണ്. അവിടെ പാർലമെന്റിൽ ആണ് ഏറ്റവും ഫൈനൽ സേ. അങ്ങനെ ഒരു പാർലമെന്റ് കമ്മിറ്റി, ഇപ്പൊ നമുക്കറിയാലോ, എല്ലാവരും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് പാർലമെന്റ് കമ്മിറ്റി. ആ പാർലമെന്റ് കമ്മിറ്റിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യത്തിന്റെ ചെയർമാൻ ഡോക്ടർ ശശി തരൂരാണ്. ആ ഡോക്ടർ ശശി തരൂരിനെ നോമിനേറ്റ് ചെയ്തതാരാണ്? കോൺഗ്രസ് ആണ്. അപ്പൊ നമ്മൾ വിദേശത്തേക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് സമയത്ത് നമ്മൾ ഒരു ഡെലിഗേഷൻ അയക്കുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അത് അയക്കാൻ പാടില്ലേ? അതോ അവർ ആ പേര് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വരത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനാധിപത്യമായിട്ടുള്ള പാർലമെന്റിനെ മാനിക്കുന്ന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാനിക്കുന്ന ആ ചെയർമാനെ എന്തുകൊണ്ട് പേര് കൊടുത്തില്ല? അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതൊരു വെറും ഒരു ഡെലിഗേഷൻ അല്ല പുറത്തോട്ട് പോകുന്നത്. നമ്മളൊരു ക്രൈസിസിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ പോസ് ആണ്. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേഷൻ നിർത്തിയിട്ടില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ സ്റ്റാൻഡ്, സൈന്യത്തിന്റെ സ്റ്റാൻഡ് ആവശ്യം, ഗവൺമെന്റ് സ്റ്റാൻഡ് ആവശ്യം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡെലിഗേഷൻ പുറത്തു പോകുന്നത്? ഈ ഡെലിഗേഷൻ പുറത്തുനിന്ന് ഭാരതത്തിന്റെ ഐക്യം കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ശ്രീ രജി പറഞ്ഞ പോലെ അതൊരു ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ വിദേശത്ത് പോകുന്നത് ഈ നറേറ്റീവ്, അത് ഡോക്ടർ മോഹൻ വർഗീസിനെ കുറച്ചുകൂടെ മനസ്സിലാവാം. ഈ നറേറ്റീവ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ നിന്ന് ഭീകരവാദമാണ് പ്രശ്നം എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആളുകൾ വിദേശത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഭീകരവാദമാണ് ഇഷ്യൂ, ആ ഭീകരവാദത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ, അതായത് ഇത്രയും വലിയൊരു സംഭവത്തിൽ ന്യൂക്ലിയർ എന്നുള്ള കാര്യം വളരെ ലാഘവത്തോടെ ഇറസ്പോൺസിബിൾ ആയിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നു. അതിനെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരണം. മൂന്നാമതായിട്ട് നമ്മുടെ നയം, അതായത് നമ്മൾ ഇനി എന്താണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ ആ ഒരു ന്യൂ നോർമൽ എന്ന് പറയുന്നത്, അതായത് ഭീകരവാദത്തിന് ഭാരതം എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ. അതായത് നമ്മൾ ഒരിക്കലും ഇനി ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ വരത്തില്ല, നമ്മുടെ സ്റ്റേറ്റും ടെററിസം തമ്മിൽ വ്യത്യാസം കാണത്തില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കണോ നമ്മളത് എടുക്കും എന്ന് ആളുകളെ ബോധിപ്പിക്കും. നാലാമതായിട്ട്, ഭാരതം ഒരു വികസന രാജ്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺഫ്ലിക്ട്, ഈ ക്രൈസിസ് കാരണം നമ്മളെ മറ്റുള്ള കാര്യത്തിൽ നിന്നും ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള ആശങ്ക വേണ്ട എന്നും കൂടി നമ്മൾ പുറം രാജ്യങ്ങളിൽ പറയണം. ഈ കാര്യങ്ങൾ നമ്മൾ പറയണം. കാരണം ഇനിയിപ്പോ IMFന്റെ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിലൊക്കെ മീറ്റിംഗ് ഒക്കെ വരും. അവിടെയൊക്കെ നമ്മളെ റേറ്റിംഗ്സ് മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഫിഫ്ത് പോയിന്റ് ആണ് ഈ നേരത്തെ ശ്രീ രജി പറഞ്ഞു, അതിനകത്ത് ഞാൻ യോജിക്കുന്നു. അതായത് നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, ഡെമോക്രസിയാണ്, പല വോയിസസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പല വിഭാഗത്തിലുള്ള ആളുകളാണ് അതിന്റെ ഡെലിഗേഷൻ ആയിട്ട് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ എന്താണ് നമ്മളെ ലക്ഷ്യം? പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ MP-മാരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ കാര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടാലന്റ്, ആ ടാലന്റിനെ നമ്മൾ പുറത്തോട്ട് വിടുക. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെർട്ടീസ് ഉള്ള കുറച്ച് അംബാസിഡേഴ്സ് ഉണ്ട് അതിനകത്ത്. അതുപോലെ മുൻ വിദേശകാര്യ മന്ത്രിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാമായിരുന്നു. ഇപ്പൊ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഡോക്ടർ ശശി തരൂർ ആസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് ക്വാളിഫൈഡ് ആണ്. യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ആണ്. എന്തിനു വേണ്ടിയാണ്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ. അതായത് നമ്മൾ എന്തിനാ പോകുന്നത് അതിന്റെ ആയിരുന്നു അദ്ദേഹം അവിടെ അണ്ടർ സെക്രട്ടറി. ആൻഡ് ലോകത്ത് മൊത്തവും വിശ്വപൗരൻ എന്നുള്ളത് ആ ഒരു ടാഗ് ലൈൻ കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. ഇന്ന് ആരടുത്ത് ചോദിച്ചാലും ഏത് കുട്ടിയുടെ ചോദിച്ചാലും അറിയാം ഡോക്ടർ ശശി തരൂർ ഇസ് ക്വാളിഫൈഡ് പുറത്ത് പോയിട്ട് ഈ കാര്യം സംസാരിക്കും. അത് ആ പേര് തന്നില്ല. നെക്സ്റ്റ് പേര് മനീഷ് തിവാരി. മനീഷ് തിവാരി അഗെയിൻ അദ്ദേഹത്തിനെ കുറിച്ച് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ഇങ്ങനത്തെ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ച് എഴുതുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം നല്ല രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരില്ല. സൽമാൻ ഖുർഷീദ് എക്സ്റ്റേണൽ അഫയേഴ്സ് മുമ്പ് മിനിസ്റ്റർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. സൽമാൻ ഖുർഷീദിന്റെ പേര് വന്നില്ലല്ലോ. അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കോൺഗ്രസിന് തന്നെ വിശ്വസിക്കാൻ ഒരു എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നില്ല. അവര് മറ്റ് പേരുകൾ തന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി പോളിറ്റിക്സ് കളിച്ചത് ആരാണെന്ന് ആ ലിസ്റ്റിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പം രാഷ്ട്ര താല്പര്യം നോക്കിയിട്ടില്ല. ഞാൻ പറയുന്നു പാർട്ടി അവർ തന്ന പേരും അത്ര ചെറിയ പേരുകളല്ല സർ. ഗൗരവ് ഗൊഗോയ് അദ്ദേഹം സ്കോളറാണ്, വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. നസീർ ഹുസൈൻ നമുക്കറിയാം, അദ്ദേഹം ആരാണ്. ആനന്ദ് ശർമ്മ അദ്ദേഹം വിദേശകാര്യ ഉണ്ടല്ലോ. എന്തോ ആനന്ദ് ശർമ്മ ഇപ്പോഴും ഉണ്ട്. ഗൗരവ് ഗൊഗോയും ശശി അല്ല അവർ തന്ന ഞാൻ പറഞ്ഞ അവർ തന്ന ലിസ്റ്റിലുള്ള 4 പേരും പ്രമുഖരാണെന്ന് പറഞ്ഞാണ്. അല്ല ഡെഫിനറ്റ്ലി അവർ 4 പേരും എം പിയും മറ്റ് ഇതാണല്ലോ. ഞാൻ ചോദിക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഡോക്ടർ ശശി തരൂരിന്റെ ഈ ഫസ്റ്റ് 4 വരാനുള്ള കാപ്പബിലിറ്റി ഇല്ല എന്നാണോ നമ്മൾ പറയുന്നത്? ഡെഫിനറ്റ്ലി അദ്ദേഹം ഇല്ലേ. സൽമാൻ ഖുർഷീദിന്റെ പേര് അതിനകത്ത് വരാൻ പാടില്ലേ? എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ വെൽ റൈറ്റ് ആയിട്ടുള്ള ആളുകളല്ലേ. അപ്പൊ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പേരുകൾ അത്ര ഒരു എന്താ പറയുക അത്ര പ്രമുഖരാണോ എന്നാണ് എന്റെ മറുചോദ്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് കുറെ നാളുകളായിട്ട് ഡോക്ടർ ശശി തരൂരിന്റെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. അത് ഒരു വശം. പക്ഷെ എന്തോ ഒരു പിടിവാശിയാണ് കോൺഗ്രസ്. അതായത് ഹൈക്കമാൻഡ് പറയുന്ന രീതിയിലേക്ക് കേട്ടില്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു കൾച്ചർ ഉണ്ട്. അതായത് അവർ പറയുന്ന ആ രീതിയിലേക്ക് വന്നില്ലെങ്കിൽ ഇനി എന്തായാലും ശരി ആ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ബെസ്റ്റ് ഓഫ് ദി ടാലന്റ് കോൺഗ്രസ് പോകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. അതായത് ഇപ്പൊ നോക്കൂ, ഇതിന് മുൻപ് തന്നെ നോക്കൂ, ഗുലാം നബി ആസാദ് അദ്ദേഹം ഇന്നിപ്പോ ഈ ഡെലിഗേഷന് പാട്ടുണ്ട്, പക്ഷെ കോൺഗ്രസിന് പുറത്താണ്. ഇനി പഴയ ആളുകൾ നോക്കിയാണ് ശരത് പവാർ, മമതാ ബാനർജി, ഇവരെല്ലാം കോൺഗ്രസിന്റെ ഒറിജിനൽ ആളുകളായിരുന്നു. പക്ഷെ ഇവരെല്ലാം പുറത്തുപോയി അവരുടെ പൊളിറ്റിക്കലി വലിയ രീതിയിലുള്ള നേട്ടം ചെയ്തിട്ടുള്ള ആളുകളാണ്. പ്രണബ് മുഖർജി, നരസിംഹറാവു, നമ്മൾ ഓരോരുത്തരുടെ പേരെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരെല്ലാം ടാലന്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവരെല്ലാം അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുള്ള ആളുകളായിരുന്നു. അവർക്ക് അതായത് അവർ ഒരു പാർട്ടി ഓഫ്കോഴ്സ് ഉണ്ട്. അതിലെല്ലാം തിരിച്ചു വരാം. ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കി, ഡെന്നി കാര്യങ്ങൾ വ്യക്തമാക്കി. പക്ഷേ അങ്ങനെ നമുക്കൊരു സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്ത ഒരു കാര്യമായി ഇതിനെ കാണാൻ സാധിക്കുമോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം നമുക്കറിയാം ശശി തരൂർ ഇവിടെ അദ്ദേഹം നേരത്തെ മോദിയെ പലതവണ വിമർശിച്ചിട്ടുണ്ട്.